20 വർഷങ്ങൾക്ക് ശേഷം മാർവലും ഡിസിയും ഒരുമിക്കുന്ന ഒരു ക്രോസ് ഓവർ കോമിക്സ് റിലീസായിരിക്കുകയാണ് ഡെഡ്പൂൾ സ്ലാഷ് ബാറ്റ്മാൻ. ഇന്നത്തെ വീഡിയോയിൽ കോമിക്കിന്റെ സ്റ്റോറി എക്സ്പ്ലനേഷൻ ആൻഡ് ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ഈ ഒരു കോമിക്സിന്റെ കഥ ആരംഭിക്കുന്നത് DC യൂണിവേഴ്സിലെ വെയിൻ മാനറിൽ നിന്നാണ്. ബ്രൂസ് വെയിൻ രാത്രി ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയാണ്. ഗോതം യൂണിവേഴ്സിറ്റിയിൽ എത്തേണ്ട ഒരു ഷിപ്മെന്റ് വന്നില്ല. റോബിൻസൺ ബൊട്ടാനിക്കൽ ഗാർഡൻസിൽ നിന്നും ചില ചെടികൾ കാണാതെ പോയിരിക്കുന്നു. അതേപോലെ 500 ഗാലനോളം വരുന്ന പല എലമെന്റുകളും ഗോത്കോർ ഫാർമക്യൂട്ടിക്കലിൽ നിന്നും പോയിരിക്കുകയാണ്. സോ ചുരുക്കി പറഞ്ഞ ഇതെല്ലാം മോഷണം പോയിരിക്കുകയാണ്. ആൻഡ് ഇതെല്ലാം കൂടിച്ചേരുന്നത് ജോക്കർ വെനം അല്ലെങ്കിൽ ജോക്കർ ടോക്സിൻ ഉണ്ടാക്കാനാണെന്ന് ബ്രൂസ് വെയിന് മനസ്സിലാവുന്നു. എന്നാൽ ജോക്കർ എവിടെയാണെന്നോ ഇതെവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നോ പറ്റിയിട്ട് ഇതുവരെ ഒരു ഇൻഫോർമേഷനും ബ്രൂസ് വെയിൻ ഇല്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് വെയിൻ മാനറിന്റെ ജനനം പൊളിച്ച് അതാ വരുന്നു ഡെഡ്പൂൾ. വെയിൻ മാനറിലേക്ക് പാതിരാത്രി ഡെഡ്പൂൾ ഇടിച്ചു കയറി വന്നത് ബ്രൂസ് വെയിനെ കൊല്ലാനോ അറ്റാക്ക് ചെയ്യാനോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് സഹായം ചോദിക്കാനാണ്. ഡെഡ്പൂളിന് ഒരാൾ നിർദ്ദേശപ്രകാരം മറ്റൊരാളെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ പക്ഷേ കിട്ടാൻ യാതൊരു വഴിയില്ല. അയാളെ കണ്ടെത്തി കൊല്ലുക എന്നതാണ് ഡെഡ്പൂളിന്റെ ലക്ഷ്യം. അതാരാണെന്ന് ചോദിച്ചാൽ ബാറ്റ്മാനാണ് ഡെഡ്പൂളിന് വേണ്ടത്. അതിനാണ് ബ്രൂസ് വെയിനോട് ഇപ്പം സഹായം ചോദിച്ചു വന്നിരിക്കുന്നത്. ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആകാശത്ത് ബാറ്റ് സിഗ്നൽ തെളിഞ്ഞു. അതോടെ ഡെഡ്പൂൾ അവിടെ നിന്നും ചാടി ബാറ്റ് സിഗ്നലുള്ള റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. അവിടെ ഒബ്വിയസ്ലി കമ്മീഷണർ ഗോർഡൻ ഉണ്ട്. കമ്മീഷണർ ഗോർഡൻ സംസാരിച്ചതിന് ശേഷം ബാറ്റ്മാനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാളെ ത്രറ്റൻ വരെ ഡെഡ്പൂൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടേക്ക് അതാ ബാറ്റ്മാൻ കടന്നു വരുന്നു. അങ്ങനെ ബാറ്റ്മാനും ഡെഡ്പൂളും കൂടി ഒരു വലിയ ഫൈറ്റ് ആവുന്നു. ഈ ഒരു ഫൈറ്റിനിടയിൽ ബാറ്റ്മാൻ ബാറ്ററാങ് എറിഞ്ഞും സ്മോക്ക് ബോംബ് വീഴ്ത്തിയുമൊക്കെ ഡെഡ്പൂളിനെ ഈസിലി കീഴ്പ്പെടുത്തി കെട്ടിയിടുന്നു. സോ ഇവഞ്ച്വലി ആ ഒരു ഡിബേറ്റ് ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. ബാറ്റ്മാൻ വേഴ്സസ് ഡെഡ്പൂളിൽ ആര് വിജയിക്കുമെന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് ആൻസർ നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയിരിക്കുകയാണ്. ബാറ്റ്മാൻ ഈസ് ദ വിന്നർ. അതും അത്രത്തോളം ഹാർഡായിട്ട് ട്രൈ പോലും ബാറ്റ്മാന് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഡെഡ്പൂൾ അവിടെ കെട്ടിയിട്ടിരിക്കുമ്പോൾ തന്നെ ജോക്കറിൻ്റെ കാര്യം ബാറ്റ്മാനും കമ്മീഷണർ ഗോർഡനും കൂടെ സംസാരിക്കുന്നു. ഈ ജോക്കർ വെനം അൺലീഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോതത്തിലുള്ള എല്ലാവരും ഭ്രാന്തന്മാരായിട്ട് മാറും. അത് തടയണമെന്നുണ്ടെങ്കിൽ ജോക്കറിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തണം. അങ്ങനെ ഒരു എസ്റ്റിമേറ്റഡ് ലൊക്കേഷൻ ഗോർഡൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോകാമെന്ന് ബാറ്റ്മാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഈ ഒറ്റയ്ക്ക് ബാറ്റ്മാൻ പോകുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ റോബിൻ അടക്കം ആരും അവൈലബിളും അല്ല. അതുകൊണ്ട് തന്നെ ഡെഡ്പൂൾ താൻ കൂടെ വരാമെന്നൊരു ഓഫർ വെക്കുന്നു. ഒരു മാറ്റ്മാനെ പിടിക്കാൻ മറ്റൊരു മാറ്റ്മാൻ വേണമല്ലോ എന്നാണ് ഡെഡ്പൂൾ പറഞ്ഞത്. ഒരു മൂടി കളട്ടണമെന്നാ ഇന്നൊരു മൂടി പോട്ടവനാളത്താം. വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന് പറഞ്ഞ് ബാറ്റ്മാൻ സമ്മതിക്കുന്നു. അങ്ങനെ ബാറ്റ്മാൻ്റെ ബാറ്റ് മൊബൈലിനകത്ത് ഡെഡ്പൂൾ ആദ്യമായി കയറുകയാണ്. ഇരുവരും കൂടെ ബാറ്റ് മൊബൈൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഡെഡ്പൂൾ ഗ്യാസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നു. ഡെഡ്പൂളിന് വേണ്ടിയിരുന്നത് ബാറ്റ്മാൻ ഇങ്ങനെ എൻക്ലോസ്ഡ് സ്പേസിൽ കിട്ടാനായിരുന്നു. ജോബ് ഈസ് എ ജോബ് എന്ന് ഡെഡ്പൂൾ പറയുന്നു. അങ്ങനെ ബാറ്റ്മാൻ ബോധം കെടുന്നു. പിന്നീട് ബാറ്റ്മാൻ കണ്ണു തുറക്കുമ്പോൾ അവിടെ ഒരു പൈറേറ്റ് തീം പാർക്കാണ് കാണുന്നത്. ഇത് ആക്ച്വലി പൈറേറ്റ്സ് ഓഫ് ദി കരീബിനുള്ള ട്രിബ്യൂട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ഉള്ള മൂവി സീരീസ് ആണെങ്കിലും ഒറിജിനലി ഇത് ഡിസ്നിയുടെ ഒരു തീം പാർക്ക് റൈഡായിരുന്നു. അതിൻ്റെ സക്സസ് കാരണമാണ് ഇത് പിന്നെ സിനിമയായി മാറിയത്. സോ അതിൻ്റെ ഒരു ട്രിബ്യൂട്ട് ആയിരിക്കാം കറക്റ്റ് ഒരു തീം പാർക്ക് റൈഡ് ഇവിടെ കാണിച്ചത് പൈറേറ്റ്സിൻ്റെ തീംഡായത്. അങ്ങനെ കെട്ടിയിട്ട് നിലയിൽ നിൽക്കുന്ന ബാറ്റ്മാൻ കാണുന്നത് ഡെഡ്പൂളിൻ്റെ കൂടെ നിൽക്കുന്ന ജോക്കറിനെയാണ്. അതായത് ജോക്കറാണ് ഡെഡ്പൂളിനെ ബാറ്റ്മാനെ കൊല്ലാൻ വേണ്ടി അയച്ചത്. ആൻഡ് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ബാറ്റ്മാൻ ചോദിക്കുന്നു. സാധാരണ ഇങ്ങനെയല്ലോ എന്ന്. പക്ഷേ സാധാരണ ചെയ്ത് അബദ്ധം പറ്റുന്ന അറിയാമല്ലോ എന്ന രീതിയിൽ ജോക്കർ സംസാരിക്കുന്നു. സംഗതി പറയുകയാണെങ്കിൽ ജോക്കർ ഇത്രയും വലിയൊരു പ്ലാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനിടയിൽ ബാറ്റ്മാൻ എന്തായാലും ഇടപെടും. അതിന് മുന്നോടിയായിട്ട് ബാറ്റ്മാനെ കൊല്ലാനോ അല്ലെങ്കിൽ ബാറ്റ്മാനെ പിടിച്ചു നിർത്താനോ ഒരാളെ വേണം. എന്നാൽ അങ്ങനെ ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരാളെ വിട്ടാൻ പറ്റത്തില്ല. കാരണം എത്രയോ വില്ലന്മാർ ബാറ്റ്മാന് മുന്നിൽ അടിയറോ പറഞ്ഞിട്ടുണ്ട്. സോ ജോക്കറിൻ്റെ അത്രയും തന്നെ മാഡായിട്ടുള്ള ഒരാളെ വേണം. ഇവിടെയാണ് മൾട്ടിവേഴ്സ് കടന്നു വരുന്നത്. സോ ഇതിൽ ജോക്കറിന് അത്രയും മാഡായിട്ടുള്ള ഒരാൾ ആ ഒരു യൂണിവേഴ്സിലില്ല. സോ മറ്റൊരു യൂണിവേഴ്സിൽ നിന്നും അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാലേ ബാറ്റ്മാനെ പിടിച്ച് കെട്ടാൻ പറ്റൂ. അങ്ങനെയാണ് ഡെഡ്പൂളിനെ ഇവർ കണ്ടുപിടിക്കുന്നത്. ജോക്കറിന് ഡെഡ്പൂളിനെ കണ്ടെത്താൻ സഹായിച്ചത് ക്ലാരിയൻ ദ വിച്ച് ബോയ് ആണ്. ജസ്റ്റിസ് ലീഗ് ഡാർക്ക് ആനിമേറ്റഡ് സിനിമ കണ്ടവർക്ക് ഈ ഒരു ക്യാരക്ടറിനെ പരിചയം ഉണ്ടായിരിക്കും. ഒരു പൂച്ചയൊക്കെ ആയിട്ട് നടക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ക്ലാരിയൻ്റെ സ്പെൽ എന്തായിരുന്നു വെച്ചാൽ ജോക്കറിൻ്റെ അത്രയും തന്നെ ക്രേസി ആയിട്ടുള്ള ഒരാളെ ഈ മൾട്ടിവേഴ്സിലെ ഏതെങ്കിലും യൂണിവേഴ്സിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളായിരുന്നു. അങ്ങനെ ഇവർക്ക് ട്രാക്ക് ചെയ്ത് കിട്ടിയത് ഡെഡ്പൂളിനെയാണ്. ഡെഡ്പൂളിനെ മാർവൽ യൂണിവേഴ്സിൽ നിന്നും DC യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ ജോക്കറിനെ സഹായിച്ചതാകട്ടെ റിവേഴ്സ് ഫ്ലാഷും. അങ്ങനെ ബാറ്റ്മാൻ ഇവിടെ മരിക്കുമെന്നും അതേപോലെ ഗോതം മുഴുവൻ ഭ്രാന്തന്മാരെ മാറി ഗോതവും നശിക്കുമെന്നും ജോക്കർ പറയുന്നു. എന്നാൽ ബാറ്റ്മാൻ ഒരു തന്ത്രം ഇറക്കുന്നു. ജോക്കറിനേക്കാളും വളരെയധികം ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തനിക്ക് ഡെഡ്പൂളിനെ തോന്നിയെന്ന് പറയുന്നു. ഇത്രയും കൊല്ലങ്ങളായി ജോക്കറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ അപ്പോഴൊന്നും തോന്നാത്ത ഒരു ഒബ്സഷൻ, ഒരു കിക്ക് അത് ഡെഡ്പൂളുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ തോന്നുന്നു. ജോക്കറിനേക്കാളും വളരെയധികം ബെറ്ററാണ് ഡെഡ്പൂൾ എന്ന് പറയുന്നു. അങ്ങനെ ജോക്കറിൻ്റെ ഈഗോ നല്ലപോലെ ബാറ്റ്മാൻ ട്രിഗർ ചെയ്യുന്നു. ഇത് വർക്കാവുന്നതുകൊണ്ട് അങ്ങനെ ഡെഡ്പൂളിനെ മാറ്റി നിർത്തി ജോക്കർ സംസാരിക്കുന്നു. അതിനുശേഷം ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതോടെ ഡെഡ്പൂളിൻ്റെ കയ്യിൽ ഒരു ഷോക്ക് കേൾക്കുന്നു. ആക്ച്വലി ഷെയ്ക്ക് ഹാൻഡിലൂടെ നേരത്തെ പറഞ്ഞ ജോക്കർ വെനം ഉണ്ടല്ലോ അത് ഡെഡ്പൂളിൻ്റെ ഉള്ളിലേക്ക് കയറി.
അങ്ങനെ ഡെഡ്പൂൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മാഡ് മാൻ പോലെ ആവുന്നു. പക്ഷേ ആക്ച്വലി കോമഡി എന്താണെന്ന് വെച്ചാൽ ഡെഡ്പൂളിൻ്റെ മാനസികാവസ്ഥ കുറച്ചുകൂടി ബെറ്റർ ആക്കിയാണ് ഇത് ചെയ്തത്. അതായത് ശരിക്കും ഈ ഒരു ജോക്കർ വെനം കൊണ്ട് എല്ലാവരും ഭ്രാന്തന്മാരാക്കി മാറ്റുകയാണെങ്കിൽ ഡെഡ്പൂളിന് ഇത് കുറച്ചുകൂടെ മെൻ്റലി സ്റ്റേബിൾ ആക്കി മാറ്റുന്നുണ്ട്. മേ ബി മറ്റൊരു യൂണിവേഴ്സിൽ നിന്നും വന്ന ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡെഡ്പൂളിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, എന്തായാലും ഒരു തമാശ രീതിയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ മെൻ്റലി നേരെയായിട്ടുള്ള ഡെഡ്പൂൾ ബാറ്റ്മാനെ രക്ഷിക്കാൻ വരുന്നു. പക്ഷേ ബാറ്റ്മാൻ ഓൾറെഡി കെട്ടടിച്ചിരുന്നു. അറിയാലോ, ബാറ്റ്മാനാണ്. Because you're Batman. Because I'm Batman. അങ്ങനെ ഏറ്റവും അവസാനം ബാറ്റ്മാൻ ജോക്കറിനെ പിടിച്ചു കെട്ടാൻ പോകുന്നു. പക്ഷേ ഈ ഒരു ഫുൾ ജോക്കർ വെനം ഗോതം മുഴുവൻ ആകുമെന്ന് ജോക്കർ പറയുന്നു. എന്നാൽ ആ ജോക്കർ വെനം ഡെഡ്പൂൾ നശിപ്പിക്കുന്നു. അങ്ങനെ ജോക്കർ ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ബാറ്റ്മാൻ ജോക്കറിനെ ബാറ്റ് മൊബൈലിൽ കെട്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ശരിക്കും ഇതെല്ലാം ബാറ്റ്മാൻ്റെ ഒരു പ്ലാനായിരുന്നു. ഡെഡ്പൂളിനെ അയച്ചത് ജോക്കറാണെന്നും ജോക്കറിൻ്റെ ലൊക്കേഷൻ കിട്ടാൻ ഡെഡ്പൂളിൻ്റെ കൂടെ പോയാലേ പറ്റൂവെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ബാറ്റ്മാൻ സ്വയം പിടികൊടുത്തത്. ഡെഡ്പൂളിനോട് പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും ഗോതം സിറ്റിയെ സേവ് ചെയ്ത് നീയാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം നിന്നെ വെറുതെ വിടുകയാണ്, നീ നിൻ്റെ യൂണിവേഴ്സിലേക്ക് തിരികെ പൊക്കോന്ന്. അങ്ങനെ ഓക്കെ പറഞ്ഞ് ബാറ്റ്മാൻ പോകുന്നു. പക്ഷേ ഡെഡ്പൂൾ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് ഓഡിയൻസിനോട് പറയുകയാണ്, ഈ ഒരു ഗോതം സിറ്റി ഒന്ന് നടന്നു കാണുന്നതിൽ വലിയ തെറ്റില്ലല്ലോ അല്ലേ എന്ന്. ആൻഡ് അവിടെ ദ എൻഡ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിലേക്കാണ് ഇത് ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോസ് ഓവർ 2 പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് മാർവൽ റിലീസ് ചെയ്താണ് നമ്മളിപ്പോൾ എക്സ്പ്ലനേഷൻ ചെയ്തത്. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് 2 മാസം കഴിഞ്ഞ് DC റിലീസ് ചെയ്യും. ഇതിൻ്റെ ബാക്കിയായിരിക്കും മിക്കവാറും കഥ. സോ നമുക്ക് അന്നത് റിലീസ് ആകുമ്പോൾ അതും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതുകൂടാതെ വേറെ ചില കഥകളും ഈ ബുക്കിലുണ്ടായിരുന്നു. നിലവിൽ ബാറ്റ്മാൻ ഡെഡ്പൂൾ കഥയുമായിട്ട് കണക്ഷൻ ഇല്ലാതെ വേറെ പല യൂണിവേഴ്സിൽ നടക്കുന്ന കഥകൾ പോലെയാണ്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടർ വുമണും ക്യാപ്റ്റൻ അമേരിക്കയും ഒരുമിച്ചുള്ളൊരു വാർ സ്റ്റോറിയുണ്ട്. ഗ്രീൻ ആരോയും ഡെയർ ഡെവിളും ഒരുമിക്കുന്ന ഒരു സ്റ്റോറിയുണ്ട്. അതിനകത്ത് തന്നെ ഗ്രീൻ ലാൻഡേൺ കോപ്സും നോവാ കോപ്സും ഒരുമിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ലോഗനും ലോബോയും ഒരുമിച്ച് ചേർന്ന ലോഗോ എന്ന വെർഷനുണ്ട്. ഇങ്ങനെ ചില ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസും ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ആ ഒരു വീഡിയോയ്ക്കും മറ്റു കൊമിക് റിലേറ്റഡ് വീഡിയോസിനുമായിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ 20 വർഷങ്ങൾക്ക് ശേഷം വന്നൊരു ക്രോസ് ഓവർ എന്ന രീതിയിൽ എക്സ്പെക്റ്റേഷൻസ് അത്ര മീറ്റ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും ബാറ്റ്മാനും ഡെഡ്പൂളും ഇത്രയും നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു കിടിലൻ കഥ കിട്ടിയേനെ എന്നാണ് എനിക്ക് വായിച്ചിട്ട് തോന്നിയത്. ഓവറോൾ ഒരു ആവറേജ് സ്റ്റോറിയായിട്ട് തോന്നി. നമ്മുടെ ഈ ബാലരമ ഓൾ ദ ബെസ്റ്റിൽ തന്നെ ചില ആവറേജ് കഥകൾ വരത്തില്ലേ, അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ക്യാരക്ടേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നത് മാത്രമായിരിക്കും. ഏറ്റവും മികച്ച സ്റ്റോറീസിനെ കുറിച്ചല്ല, ഇടയ്ക്കിറങ്ങിയ ചില ആവറേജ് സ്റ്റോറീസ്. അതുപോലെയാണ് എനിക്ക് ഇവിടെയും തോന്നിയത്. കഥയൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല. ജോക്കർ ഇതിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു റാൻഡം ക്യാരക്ടറിനെ കൊണ്ടുവന്നാലും സെയിം ഒരു ചെറിയ കഥ. ഡെഡ്പൂൾ ആയതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ് വന്നു എന്ന് മാത്രം. സോ അടുത്ത പാർട്ട് ഇനി ചെയ്യാൻ പോകുന്നത് DCയുടെ സൈഡിൽ നിന്ന് ഗ്രാൻഡ് മോറിസൺ ആണെന്നാണ് കേട്ടത്. പുള്ളിക്കാരൻ ഒരുപാട് ലെജൻഡറി വർക്ക്സ് ചെയ്ത ആളാണ്. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് കോമിക്ക് ഒരു ഹൈ ലെവലായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പല വേറെ സ്റ്റോറീസ് ഉണ്ടല്ലോ, ലോഗോയും വണ്ടർ വുമണും ക്യാപ്റ്റൻ അമേരിക്ക, അതൊക്കെ ചിലപ്പോൾ അടുത്ത സ്റ്റോറിയിൽ എല്ലാം കൂടെ കണക്റ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ്, ലോഗ റിലേറ്റഡ് വീഡിയോസ് കൊമിക് മന്ത്രി ചെയ്യുന്നില്ല എന്ന് കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയിലെ മറ്റൊരു ചാനലായ ഷോ ഡൗൺ ടാക്കീസിലാണ് ലോഗ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നത്. ഓൾറെഡി അത്യാവശ്യം കുറച്ച് വീഡിയോസ് അതിനെപ്പറ്റി ചെയ്തിട്ടുമുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇനി മറ്റൊരു വിളി കണ്ടുപിടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.